ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ ഫ്രീ ഓഫ് കോസ്റ്റ് എഡ്യൂക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജർമ്മനിയാണ് ഫസ്റ്റ്. കാരണം കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് എഡ്യൂക്കേഷൻ ആണ്. ജർമ്മൻ സിസ്റ്റം വെച്ചിട്ട് തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അവിടെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വരെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എഡ്യൂക്കേഷൻ നടക്കുന്നത്. മറ്റൊരു രാജ്യം സ്വീഡൻ ആണ്. അതുപോലെ തന്നെ നോർവേ, അതുപോലെ ഡെൻമാർക്ക്, സ്പെയിൻ, ഇവിടെയെല്ലാം പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആയിരിക്കും. അത് പക്ഷേ നിങ്ങളുടെ മാർക്ക് ക്രൈറ്റീരിയ ഉണ്ട്, ലാംഗ്വേജ് ക്രൈറ്റീരിയ ഉണ്ട്, അതുപോലെ തന്നെ പല എൻട്രി ക്രൈറ്റീരിയാസും ഇൻ്റർവ്യൂസും ഉണ്ട് ഇതിനെല്ലാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാമെന്നല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കും അതുപോലെ ലാംഗ്വേജ് റിക്വയർമെൻറ്റും മീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതിന് ക്വാളിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബെൽജിയം, ഇറ്റലി, ഈ രാജ്യങ്ങളെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% സ്കോളർഷിപ്പിലാണ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. എന്നാൽ ഇതിൽ പല രാജ്യങ്ങളിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഇപ്പം ജർമ്മനിയിലും സ്പെയിനിലും അതുപോലെ ഇറ്റലിയിലും എല്ലാം പബ്ലിക് യൂണിവേഴ്സിറ്റീസിന് പുറമെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെയെല്ലാം പേയബിൾ ആണ്, ഫീസ് അവിടെ ചാർജബിൾ ആണ്. ആ ഫീസ് പേ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വലിയ എമൗണ്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്ന മറ്റ് ചില രാജ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ USA, അതുപോലെ ഫ്രാൻസ്, UK, ഈ രാജ്യങ്ങളെല്ലാം, ഓസ്ട്രേലിയ, അതുപോലെ ന്യൂസിലാൻഡ്, ഇവിടെയെല്ലാം നിങ്ങളുടെ മാർക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് സ്കോളർഷിപ്പും അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള, നിങ്ങളുടെ എലിജിബിലിറ്റി അറിയാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ മറ്റ് വീഡിയോസും കാണുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കും എത്തിക്കുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങൾക്ക് അതൊരു സപ്പോർട്ടായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.